നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നെടുംതൂണായി നിറഞ്ഞു നിൽക്കുന്ന താരരാജാക്കന്മാർ തന്നെയാണ് മമ്മൂട്ടി, മോഹൻലാലും. ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കിയാലും എന്തുകൊണ്ടാണ് ഇവർ മലയാളത്തിന്റെ ഐക്കണായി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാകും. 2000-ന് ശേഷം ഇറങ്ങിയ മലയാള സിനിമകളിൽ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കണക്കാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 2024 വരെയുള്ള 24 വർഷത്തെ കണക്കാണിത്. മമ്മൂട്ടി, മോഹൻലാലുമാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ എന്നും കാണാൻ സാധിക്കും. വിവിധ കണക്കുകൾ അധികരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെയാണ്. 2000-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് മോഹൻലാലിന്റെ നരസിംഹമാണ്. തെങ്കാശിപട്ടണവും വല്യേട്ടനുമെല്ലാം ഇറങ്ങിയ വർഷമാണ് 2000 എങ്കിലും ജനുവരി 26-ന് റിലീസ് ചെയ്ത നരസിംഹം ആ വർഷം ഗ്രേസ് കളക്ഷനിൽ 21 കോടി രൂപയാണ് നേടിയത്. 2001-ൽ രാവണപ്രഭുവിലൂടെ വീണ്ടും മോഹൻലാൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്തി. ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായി ഇറങ്ങിയ ചിത്രം 17 കോടിയാണ് ആ വർഷം കളക്ട് ചെയ്തത്. ദിലീപ്, ലാൽ ജോസ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മിശമാധവനാണ് 2000-ലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. 19 കോടി രൂപയായിരുന്നു മിശമാധവന്റെ കളക്ഷൻ. 2003-ൽ പുറത്തിറങ്ങിയ ബാലേട്ടനിലൂടെ മോഹൻലാൽ വീണ്ടും ഇയർ ടോപ്പറായി. 2004-ലാണ് ഒരു മമ്മൂട്ടി ചിത്രം 21-ാം നൂറ്റാണ്ടിൽ ആദ്യമായി ഇയർ ടോപ്പർ ആകുന്നത്. സേതുരാമയ്യർ CBI 14 കോടി രൂപയാണ് ആ വർഷം നേടിയത്. 2005-ൽ രാജമാണിക്യം 25 കോടി രൂപ നേടിയതോടെ ആ വർഷവും ഇയർ ടോപ്പർ പദവി മമ്മൂട്ടിക്ക് തന്നെ ലഭിച്ചു. 2006-ൽ ക്ലാസ്മേറ്റ്സിലൂടെ പൃഥ്വിരാജ് ബോക്സ് ഓഫീസ് കളക്ഷൻ പട്ടികയിൽ ഇടം നേടി. മലയാളത്തിലെ മികച്ച ക്യാമ്പസ് സിനിമ എന്ന വിശേഷണമുള്ള ക്ലാസ്മേറ്റ്സ് ആ വർഷം 24 കോടിയാണ് കളക്ട് ചെയ്തത്. 2007-ൽ മായാവി 15 കോടി നേടിയപ്പോൾ മമ്മൂട്ടി വീണ്ടും ലിസ്റ്റിൽ ഇടം നേടി. മലയാള സിനിമയിലെ ചരിത്ര സംഭവങ്ങളിൽ ഒന്നായി 2020 2008-ലായിരുന്നു റിലീസ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അണിനിരുന്ന ആ ചിത്രം 2008-ൽ 33 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 2009-ലും 2010-ലും ഇയർ ടോപ്പർ പദവി മമ്മൂട്ടിക്ക് തന്നെയായിരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ 15 കോടി നേടി. പോക്കിരി രാജ 16.5 കോടി നേടി. 2011-ൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് എന്നിവർ അണിനിരുന്ന ക്രിസ്ത്യൻ ബ്രദേഴ്സ് 28 കോടി നേടി ആ വർഷത്തെ കളക്ഷനിൽ ഒന്നാമതെത്തി. 2012-ൽ മായാമോഹിനിയുടെ ദിലീപ് 10 വർഷത്തിന് ശേഷം ഇയർ ടോപ്പറായി. മായാമോഹിനി നേടിയത് 22 കോടിയായിരുന്നു. 2017-ൽ രാമലീലയിലൂടെ ദിലീപ് വീണ്ടും ഇയർ ടോപ്പറായി. 50 കോടിയാണ് ചിത്രം നേടിയത്. 2018-ൽ നിവിൻ പോളി നായക വേഷത്തിലെത്തിയ കായംകുളം കൊച്ചുണ്ണി 72 കോടി നേടി ആ വർഷം ഒന്നാമതെത്തി. ഇതിൽ മോഹൻലാലും അതിഥി വേഷത്തിലെത്തിയിരുന്നു. 2024-ലാകട്ടെ മനുവൽ ബോയ്സ് ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 200 കോടിയിലേറെ കളക്ട് ചെയ്ത ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും പണം വാരി പടം എന്ന നേട്ടവും സ്വന്തമാക്കി. മോഹൻലാലിന്റെ 7 വർഷം ഇയർ ടോപ്പറായപ്പോൾ മമ്മൂട്ടി 6 വർഷം ഇയർ ടോപ്പറായി എന്ന് കാണാൻ പറ്റും. മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നതിനാൽ 2020 ഈ ലിസ്റ്റിൽ പരിഗണിച്ചിട്ടുമില്ല. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe now. Thank you.